ഷാലോം ടി വിയുടെ ഇടയ ശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സീറോ മലങ്കര സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ക്യൂരിയ ബിഷപ്പ് അഭിവന്യ ആൻ്റണി മാർ സിൽവാനിയോസ് പിതാവാണ്. പിതാവ് തിരുവല്ല രൂപതയിൽ ജനിച്ച് വൈദികനായി പരിശീലനം നേടി തുടർന്ന് തിരുവല്ല രൂപതയിലെ വികാരി ജനറൽ സ്ഥാനം ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് എന്നാൽ ഇന്ന് സീറോ മലങ്കര സഭയുടെ കൂരിയ ബിഷപ്പായിട്ടും അതോടൊപ്പം ഒഷ്യാനിയ റീജിയൻ്റെ ചാർജുള്ള ബിഷപ്പായിട്ടും സേവനമനുഷ്ഠിക്കുകയാണ്. എങ്ങനെയാണ് ഈയൊരു ദൈവവിളി തിരിച്ചറിഞ്ഞത് എന്നും പ്രത്യേകിച്ച് മാതാപിതാക്കളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ പങ്കുവയ്ക്കാം. തിരുവല്ലയ്ക്കടുത്തുള്ള കല്ലൂപ്പാറ കടമാങ്കുളം പ്രദേശം ചരിത്രപരമായി തന്നെ ആത്മീകതയുടെ ഒരു കേന്ദ്രമാണെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. 1928 ധന്യന്മാർ യുവാനോസ് പിതാവ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലായിരിക്കുമ്പോൾ അന്ന് ആരംഭിച്ചൊരു ബഥനി പള്ളിയാണ്. ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. കല്ലൂപ്പാറ കടമാങ്കുളത്ത് കാക്കനാട്ടിൽ കുടുംബത്തിൽ ജനിച്ചു. ഞങ്ങൾ 8 മക്കളാണ്, 5 ആണും 3 പെണ്ണും. എൻ്റെ മാതാപിതാക്കൾ 2 പേരും അച്ചാനും അമ്മയും 94 വയസ്സ് ജീവിച്ചു. 2 പേരും 94 വയസ്സിലാണ് മരിക്കുന്നത്. അച്ചായൻ്റെ പേര് KK വർഗീസ്, അമ്മയുടെ പേര് സാറാമ്മ വർഗീസ്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനുള്ള കാരണം തന്നെ അന്ന് കാലത്ത് പുനരയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ആരും പെണ്ണു കൊടുക്കത്തില്ല. അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് മലങ്കര സഭയിൽപ്പെട്ട ഒരാളെ തന്നെ കണ്ടെത്തി മണ്ണാരക്കുളഞ്ഞി എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നാണ്, മലങ്കര കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് അച്ചായൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 2 മലങ്കര കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് എൻ്റെ മാതാപിതാക്കൾക്കുള്ളത്. അവരിൽ 7ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ കടമാങ്കുളത്തൊരു സ്കൂളുണ്ട്, അവിടെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം ഒരു 2.5 കിലോമീറ്റർ ദൂരെ MGD ഹൈസ്കൂൾ എന്ന് പറയുന്ന ഓർത്തഡോക്സുകാരുടെ ഒരു ഹൈസ്കൂളുണ്ട്, അവിടെയാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് തിരുവല്ല മൈനർ സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് സെമിനാരി പോകാനുള്ളൊരു താല്പര്യം, ഞങ്ങളുടെ ഇടവകയിൽ ധാരാളം വൈദികരുള്ള പള്ളിയാണ്. എൻ്റെ കണക്ക് പറയാൻ എനിക്കറിയില്ല കൃത്യത. ഞാൻ വിചാരിക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള പള്ളി കടമാങ്കുളത്തെ കത്തോലിക്ക പള്ളിയാണെന്നാണ്. കാരണം അന്ന് ഞങ്ങൾ 80 വീടേ ഉള്ളൂ. ഏകദേശം 24 വൈദികർ ആ പള്ളിയിൽ നിന്നുണ്ട്. ഏകദേശം 25 സിസ്റ്റേഴ്സ് ആ ദേവാലയത്തിൽ നിന്നുണ്ട്. ഈ 80 കുടുംബങ്ങൾ, ഇപ്പോൾ 100 കുടുംബങ്ങളോട് ഇപ്പോൾ ഉണ്ട്. 3 മെത്രാന്മാർ ആ ദേവാലയത്തിൽ നിന്നുണ്ട്. അത് മറ്റേതെങ്കിലും ഇടവയ്ക്കുണ്ടോ എന്ന് എനിക്ക് തീർച്ചയില്ല, എൻ്റെ ഒരു അനുമാനത്തിൽ ഞാൻ കാണുകയാണ്. അഭിവന്ദനായ സഭയുടെ മലങ്കര സഭയുടെ തലവനായിരുന്ന ഗ്രിഗോറിയസ് പിതാവ് പുനരയിക്കത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിതനായി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചുകൂടി ആശ്രമത്തിൽ ചേർന്ന് പുരോഹിതനായി, പിന്നീട് മെത്രാനായി. അപ്പോൾ മലങ്കര സഭയുടെ ആത്മീയതയുടെ വളർച്ചയുടെ വലിയൊരു തലം കടമാങ്കുളം കല്ലൂപ്പാറ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു പശ്ചാത്തലത്തിലാണ് എൻ്റെ കുടുംബം ആദ്യകാലത്ത് തന്നെ പുനരയിക്കപ്പെട്ടു. കാക്കനാട്ടിൽ എൻ്റെ വല്യപ്പച്ചനും അതുപോലെ തന്നെ യൂലിയോസ് പിതാവ്, എബ്രഹാം മാർ യൂലിയോസ് പിതാവിൻ്റെ വല്യപ്പച്ചനും, കാക്കനാട്ടിൽ 2 അപ്പച്ചന്മാർ, ഐരാമ്പള്ളിൽ പറയനോലിക്കൽ കുടുംബത്തിലെ അപ്പച്ചൻ, അവർ 3 പേരും കൂടി ധന്യന്മാർ യുവാനോസ് പിതാവ് 1930 ഓഗസ്റ്റ് 20 മുണ്ടമ്മല ഇറങ്ങി വെണ്ണിക്കുളത്ത് വന്ന് താമസിച്ചു. ആ സമയത്ത് ഈ കടമാങ്കുളം പള്ളിയുടെ ആധാരം, അത് കാക്കനാട്ടിൽ കുടുംബത്തിലെ സ്ഥലമായിരുന്നു, ഈ ആധാരം പിതാവിൻ്റെ ഇരിക്കുക. പിതാവാണ് 1928 ബഥനി പള്ളിയായിട്ട് ഈ ഇവിടെ പള്ളി പണിതത്. അപ്പോൾ ഈ ആധാരം പിതാവിൻ്റെ കയ്യിൽ. അപ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് ചേർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആധാരം തിരികെ വാങ്ങിക്കണം. അതുപോലെ തന്നെ കാക്കനാട്ടിലെ ഒരു ഷമ്മാശൻ മുണ്ടമ്മലയിലുണ്ടായിരുന്നു, അദ്ദേഹവും യുവാനോസ് പിതാവിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഈ പറയനോലിക്കലെ വല്യപ്പച്ചനും കൂടി ഈ ആധാരം തിരികെ വാങ്ങിക്കണം. അതുപോലെ തന്നെ ഈ അച്ഛനെ ഷമ്മാശനെ തിരികെ പിടിച്ചുകൊണ്ട് വരണം. ഇവർ 3 പേരും കൂടി അവിടെ ചെന്നു. യുവാനോസ് പിതാവ് അവരോട് സംസാരിച്ചു. അവർ 3 പേരെയും മുട്ടുകുത്തി കത്തോലിക്ക സഭയിൽ ചേർത്തിട്ടാണ് പിതാവ് കടമംഗലത്തേക്ക് അയക്കുന്നത്.
ഏറെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ വലിയ ഒരു പ്രചോദനവും, അതിലുപരി പിതാവിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എത്രമാത്രം ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ് ഈ ദൈവവിളി ഉണ്ടായത് എന്നത് വളരെ കൃത്യമാണ്. പലപ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോൾ സിറോ മലങ്കര സഭയിലെ പിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് അഭിവന്യ പിതാക്കന്മാരുടെ രീതികളും ഒക്കെ കാണുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഇവർ കത്തോലിക്കരാണോ എന്നുള്ളത്. ഈ ഭാരതത്തിൽ 3 റീത്തുകളായിട്ട് സിറോ മലങ്കര സഭയും സിറോ മലബാർ സഭയും ലാറ്റിൻ സഭയും എല്ലാം. അപ്പോൾ സഭയിലെ ആ ഒരു വിവിധ റീത്തുകൾ, വിഭാഗങ്ങളെക്കുറിച്ച് പിതാവിൻ്റെ ഒരു ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയാം. നമുക്കറിയാവുന്ന പോലെ കർത്താവിൻ്റെ 12 അപ്പസ്തോലന്മാർ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചു. ആ വിവിധ സ്ഥലങ്ങളിൽ ഓരോ സഭകൾ രൂപപ്പെടുകയാണ്. സത്യത്തിൽ 6 ആരാധന കുടുംബങ്ങളാണ് സഭയിൽ വളർന്നു വന്നത്. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ABCD അനുസരിച്ച് പറഞ്ഞാൽ അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ, ബൈസൻറ്റൈൻ, കാൽഡിയൻ, റോമൻ, ഈ 6 ആരാധന കുടുംബങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അവിടെ പുത്രീ സഭകൾ ഓരോ കാലഘട്ടങ്ങളിൽ ആ സഭകൾ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്കാരങ്ങളിലേക്കും വളർന്നു വന്നപ്പോൾ മക്കൾ ഉണ്ടായി, പുത്രീ സഭകളുണ്ടായി. അങ്ങനെയാണ് ഈ 6 ആരാധനാ കുടുംബത്തിൽ 24 വ്യക്തിഗത സഭകൾ അല്ലെങ്കിൽ ആരാധനാക്രമങ്ങൾ സഭയിലുണ്ടായത്. നമുക്കറിയാം, ഒരു ആരാധനാക്രമത്തിന് ഒരു അപ്പനും അമ്മയുണ്ട്. അപ്പനെന്ന് പറയുന്ന അപ്പസ്തോലിനും അപ്പസ്തോലിൻ്റെ പിൻഗാമിയോ, അമ്മയെന്ന് പറയുന്നൊരു സംസ്കാരമാണ്. അപ്പം അങ്ങനെ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ 3 സഭകളാണുള്ളത്. അന്ത്യോക്യൻ കത്തോലിക്ക സഭ, മാറോനൈറ്റ് ചർച്ച് ലെബനോനിലൊക്കെയുള്ള, ഇന്ത്യയിലുള്ള സീറോ മലങ്കര കത്തോലിക്ക സഭ. അപ്പോൾ ഈ സീറോ മലങ്കര കത്തോലിക്ക സഭ അന്ത്യോക്യൻ ആരാധനാ കുടുംബത്തിൽപ്പെട്ടത്. അന്ത്യോക്യൻ ആരാധനാക്രമം ജെറുസലേം ദേവാലയവുമായും അതുപോലെ യഹൂദ പശ്ചാത്തലവുമായി വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ കുർബാനയുടെ രീതിയുമെല്ലാം യഹൂദ പശ്ചാത്തലവും കൊണ്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ അതൊരു അസെറ്റിക് മൊണാസ്റ്റിക് ലൈഫിലൂടെ വളർന്നു വന്ന സഭയാണ്. അതുകൊണ്ട് മൊണാസ്റ്റിസിസം, അസെറ്റിസിസം ഇതൊക്കെ ഈ സഭയുടെ അടിസ്ഥാന ആത്മീയ ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മെത്രാന്മാർ ഈ കാവി വസ്ത്രം പ്രത്യേകിച്ച് ധരിച്ചിരിക്കുന്നത്. അത് യുവാനോസ് പിതാവ് അദ്ദേഹം ഒരു ആശ്രമം ആരംഭിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ അക്കാലത്തെ പുത്തൻകൂർ സമുദായത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള MA ഡിഗ്രിയുള്ള ആദ്യത്തെ അച്ഛന്. അദ്ദേഹം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ കൽക്കട്ടയിൽ പ്രൊഫസറായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അന്ന് മാസം 1000 രൂപ 110 വർഷം മുമ്പ് വാങ്ങിച്ച ആളാണ്. 1913 മുതൽ 19 വരെ അദ്ദേഹം സെറാംപൂരിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അവിടുന്ന് അതെല്ലാം വിട്ടുപേക്ഷിച്ചാണ് അദ്ദേഹം ഒരാശ്രമം തുടങ്ങാൻ, ഒരു ആഴപ്പെട്ട ആത്മീയത ജീവിക്കാൻ അദ്ദേഹം എല്ലാ ഔന്നത്യങ്ങളും വിട്ട് അദ്ദേഹം മുണ്ടമ്മല കയറി വനത്തിനുള്ളിൽ, പെരുന്നാട് മുണ്ടമ്മലയിൽ വനത്തിനുള്ളിൽ കുടിൽ കെട്ടി ഒരാശ്രമം സ്ഥാപിക്കും. അത് കൂടുതൽ സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ടും കൂടുതൽ ആത്മീയതയ്ക്കായിട്ടും അദ്ദേഹം ചിന്തിച്ചത്, എൻ്റെ സഭയെ വിശുദ്ധീകരിക്കാൻ ഞാനാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അതിനുവേണ്ടി അദ്ദേഹം അന്ന് ഓർത്തഡോക്സ് സഭയിലൊരു ആശ്രമമൊന്നുമില്ല. അങ്ങനെ കാവി വസ്ത്രം, ഇന്ത്യൻ സംസ്കാരത്തോട് ബന്ധപ്പെട്ട കാവി വസ്ത്രം, അതുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തി ആശ്രമം തുടങ്ങുകയും ഈ ആശ്രമത്തിലേക്ക് അനേകർ വന്ന് താമസിക്കുകയും പഠിക്കുകയും ആശ്രമവാസികളാകുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് സഭയിലുള്ള പിളർപ്പിനെക്കുറിച്ചും മുറിവിനെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യം വരുന്നത്. അപ്പം കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യത്തിലേക്ക് വരെയുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയും അദ്ദേഹത്തെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ സുനോദോസ് ചിന്തകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സെക്രട്ടറിയായിട്ട് നിയോഗിക്കുകയും ആ ബന്ധത്തിലൂടെ അദ്ദേഹം പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഇന്ന് പരിശുദ്ധ പിതാവിൻ്റെ മാർപ്പാപ്പയുടെ കീഴിൽ ഈ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എത്ര മനോഹരമാണ്. പിതാവ് സൂചിപ്പിച്ച പോലെ ഒരു മുറിപ്പെട്ട അവസ്ഥ ചിലപ്പോഴെങ്കിലും ഇന്നും വീണ്ടും അത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊരു സങ്കടകരമായ ചില കാര്യങ്ങൾ കൂടിയാണ്. തിരിച്ച് നമുക്ക് പിതാവിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് തന്നെ ഒന്നുകൂടെ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വൈദികനായതിൽ പിതാവിന് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഒന്ന് പറയാമോ? എൻ്റെ പള്ളിയിൽ നിന്ന് എല്ലാ വർഷവും ഈ 2 പേര് സെമിനാരിൽ പോകും. എൻ്റെ സീനിയേഴ്സ് 2 പേരുണ്ട്, അതിന് മുമ്പിൽ ഉണ്ട്. അപ്പം അവർ സെമിനാരിലൊക്കെ പോയിട്ട് വന്ന് അവർ മദ്ബഹായിലൊക്കെ ശുശ്രൂഷിക്കുന്നതും ഇടവയിലൊക്കെ അവർ വലിയ നേതൃത്വം എടുക്കുന്നതും കാണുമ്പം കൊച്ചു മനസ്സിൽ മറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അവരെപ്പോലെ സെമിനാരിലൊക്കെ പോകണം, ഒരച്ഛനാകണം എന്നൊക്കെ ചെറിയൊരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ടു. വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞാൻ മദ്ബഹായിൽ അതനുസരിച്ച് ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് മദ്ബഹായിലോട്ട് കയറുന്നത്. അങ്ങനെ 10ാം ക്ലാസ് പതുക്കെ ആരംഭിച്ചപ്പോഴേക്ക് ആ ചിന്ത കുറേ കൂടെ ശക്തമായി.
അപ്പം ഞാൻ അച്ഛൻ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, സെമിനാരി പോകുന്ന കൊള്ളാം, തിരിച്ചു വന്നേക്കല്ലേ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ സെമിനാരി പോയി തിരികെ വരിക എന്നുള്ളത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. അച്ഛൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ, പോകുന്നതിനെതിരോ ഒന്നും പറഞ്ഞില്ല. പിതാവ് സംസാരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ സഭയെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴുള്ള വ്യക്തതയിൽ നിന്ന് വളരെ കൃത്യമാകുന്നൊരു കാര്യം പിതാവിൻ്റെ ആ ഒരു നല്ല പഠനമാണ്, പ്രത്യേകിച്ച് വൈദിക പരിശീലന കാലത്തും ശേഷവും ഒക്കെ ഉള്ള പഠനം. പിതാവ് തിയോളജിയുടെ മാസ്റ്റേഴ്സും പിന്നീട് ഡോക്ടറേറ്റും ഒക്കെ പഠിച്ചത് റോമിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സലീഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ആ ഒരു പഠന കാലഘട്ടവും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സഭയുടെ ഒരു ആസ്ഥാനത്ത് പോയി പഠിക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ് പിതാവിൻ്റെ വിശ്വാസ വഴിയിൽ, സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ സ്വാധീനിച്ചതെന്നൊന്ന് പറയാൻ പറ്റും? സത്യത്തിൽ ഞാനൊരു കൂടുതൽ അക്കാഡമിക്കായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള മേഖലയിൽ ഒട്ടും ഉയർന്ന ഒരാളല്ലായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി കൂടുതൽ കലാപരിപാടികളൊക്കെ ആയിരുന്നു താല്പര്യം. ഞാൻ സെമിനാരി വയലും വായിക്കുമായിരുന്നു. അപ്പോൾ സീറോ മലബാർ സഭയുടെ സെമിനാരിയിൽ ഞാൻ ആ കുർബാനയ്ക്ക് വയലും വായിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. എപ്പോഴും സ്റ്റേജിലൊക്കെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജിലൊക്കെ നിരന്തരം. അപ്പം പാട്ടും കലയും അഭിനയവും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ വലിയ താല്പര്യങ്ങൾ. ഒരു ദൈവശാസ്ത്ര പഠനമൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ റോമിൽ പോകണമെന്ന് വെറുതെ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം ഞാനൊരു അക്കാഡമിക് എക്സലൻസ് ഒന്നും ഒരിക്കലും സെമിനാരി വെച്ച് കാണിച്ചിട്ടില്ല. അത്യാവശ്യം ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കും, പഠിക്കും എന്നുള്ളതിനപ്പുറത്തോട്ട് പട്ടം കിട്ടി. ഞാൻ ആദ്യം ഹൈ റേഞ്ചിലാണ് ജോലി ചെയ്തത്. അതുകൊണ്ട് വണ്ടമേട് താമസിച്ചുകൊണ്ട് പഴയരിക്കണ്ടം എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ബൈക്കിൽ പോയി ആണ് ശുശ്രൂഷ ചെയ്തത്. ഒരു വർഷം കഴിഞ്ഞ് വേറെ പള്ളിലോട്ട് തിരുമേനി വിട്ടു. അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡുള്ള പള്ളി. അതായത് 10 കിലോമീറ്റർ നടക്കണം, വഴിയില്ല, ബസ്സൊന്നും പോകത്തില്ല. ഉപ്പുതറ എന്ന ഗോതപാറ എന്ന് പറയുന്നിടത്തൊരു 10 കയറ്റമാണ്. അപ്പോൾ അവിടെ ഞാനൊരു 1.5 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോൾ പിതാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, റോമിൽ പഠിക്കാൻ പോകണം. എനിക്കതിന് അത്ഭുതം തോന്നി. ഞാനങ്ങനെ ഒരു അക്കാഡമിക് എക്സലൻസ് കാണിച്ച ആളല്ല. എന്നെക്കാൾ നല്ല മിടുക്കന്മാർ രൂപത വേറെ ഉണ്ട്, അവരെയൊക്കെ വിടാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്? എങ്കിലും ചാൻസ് കിട്ടുക ഞാൻ നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച ഭയത്തോടുകൂടി അശ്രദ്ധ റോമിൽ പോകുന്നു. എൻ്റെ കൂടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ വലിയ 1ാം റാങ്കുകാരാണ്. ഞാൻ മാത്രമേ വലിയ റാങ്കൊന്നും ഇല്ലാത്ത ഒരാൾ. ഇപ്പം തന്നെ ഞാൻ ഇത്രയും എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്നെ സഭ പിതാവ് ഇങ്ങനൊരു ഇൻറ്റൻഷൻ അയച്ചു. ഇനി ഞാൻ പഠിത്തമല്ല മറ്റൊരു ഇൻറ്റൻഷനും എൻ്റെ മനസ്സിലില്ല. കലാപരിപാടിയൊക്കെ കംപ്ലീറ്റ് മാറ്റി വെച്ച് റോമിൽ ചെന്നുള്ള 6 വർഷക്കാലം ഞാൻ എന്നെ സഭ ഇങ്ങനൊരു കാര്യത്തിന് വിട്ടു എന്നൊരു പശ്ചാത്തലത്തിൽ ആഴമായിട്ട് പഠിക്കുവാനും അതിനുവേണ്ടി താല്പര്യങ്ങളെടുത്തു. അങ്ങനെയാണ് റോമിലെ പഠനം ആരംഭിക്കുന്നതും സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതും അവിടെ പഠിക്കുന്നതും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ തീസിസ് ചെയ്തത് പാസ്റ്റർ തിയോളജിയിലാണ് എൻ്റെ ഫാക്കൽറ്റി, തിയോളജി ഫാക്കൽറ്റിയിൽ തന്നെ. അത് കാറ്റഗൈസിസാണ് ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കർത്താവിൻ്റെ പെരുന്നാളുകൾ, മാറാനായ പെരുന്നാളുകളെന്നാണ് ഞാൻ പറയുക. 7 പെരുന്നാളുകളുണ്ട്. മലങ്കര സഭയിൽ ഒരു പെരുന്നാളിന് കുർബാന കൂടാതെ 1.5-2 മണിക്കൂർ ശുശ്രൂഷ എക്സ്ട്രായുണ്ട് ഓരോ പെരുന്നാളിനും. അപ്പോൾ അതിൻ്റെ ദീർഘമായ ലിറ്ററേച്ചർ ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റുകൾക്കകത്തെ ക്രിസ്തുശാസ്ത്രം അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. അങ്ങനെ കർത്താവിൻ്റെ പെരുന്നാൾ, 7 പെരുന്നാളുകളിലെ ക്രിസ്തുശാസ്ത്രം, ഇനി ആ റിച്വൽ തന്നെ ഒരു കാറ്റഗൈസിസാണ്. ഈ 7 പെരുന്നാളുകൾ വിശ്വാസികൾ കൂടി കഴിയുമ്പോൾ 1 വർഷം കൊണ്ട് ഒരു ക്രിസ്റ്റോളജിക്കൽ കാറ്റഗൈസിസ് സഭ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തെ ക്രിസ്റ്റോളജി എന്താണ്, ഈ ലിറ്ററേച്ചർ എങ്ങനെയാണ് ഒരു കാറ്റഗൈസിസ് ആകുന്നത്, ഇതാണ് ഞാൻ തീസിസ് എഴുതിയത്. സത്യത്തിൽ അത് എൻ്റെ ജീവിതത്തെയും എൻ്റെ മുൻപോട്ടുള്ള സഭയുടെ ഇതിനെ എൻ്റെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് തന്നതാണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് പഠിക്കാനോട് ചെന്നെങ്കിലും എൻ്റെ പരീക്ഷയ്ക്ക് അവസാനം സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ 30 മാർക്കും പൂർണ്ണമായിട്ട് തന്ന് തീസിസ് ആ മുഴുവൻ ടെക്സ്റ്റും ചെറിയ അല്പം കറക്ഷനോടുകൂടി പബ്ലിഷ് ചെയ്തോളാൻ അവിടെ വെച്ച് തന്നെ അവരനുവദിച്ചതുമൊക്കെ എൻ്റെ എന്തെങ്കിലും ഒരു കഴിവാണെന്ന് ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല, ഇന്നും ചിന്തിച്ചിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തി എന്ന് മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. പിതാവിൻ്റെ വാക്കുകളിൽ തന്നെ ആ ഒരു ദൈവപരിപാലനയെക്കുറിച്ചുള്ള ഒരു നന്ദിയും ദൈവാശ്രയത്വത്തിൻ്റെ ഒരു ഇതും വളരെ പ്രകടമാണ്. പിതാവ് പറഞ്ഞതുപോലെ തന്നെ ആ എടുത്തൊരു ടോപ്പിക്, ഇന്ന് പലപ്പോഴും നമ്മുടെ തിരുനാളുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമ ചടങ്ങുകളൊക്കെ ആളുകൾക്ക് അതിൻ്റെ വേണ്ടതുപോലെ അതിൻ്റെ ഒരു പ്രാധാന്യമോ ഇത്രയും ഒരു കാറ്റഗൈസിസ് എഫക്റ്റ് അതിനുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റുന്ന ഒരു സാഹചര്യങ്ങളല്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ സഭകളിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടെക്സ്റ്റ്
പ്രിപ്പയർ ചെയ്തത് സീറോ മലങ്കര സഭയാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് കോമൺ ടെക്സ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അനുഭവം ഒന്ന് എങ്ങനെയാണ് അത്തരം ഒരു മേഖല ഒന്ന് പറയാമോ പിതാവേ? അറിയാവുന്ന പോലെ കത്തോലിക്ക സഭയിൽ പണ്ട് കാലത്ത് ഒറ്റ തിയോളജി ഉള്ളായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പ പറഞ്ഞു 2 ലങ്സിക്കൂടെ സഭ ശ്വസിക്കണം, ഈസ്റ്റ് വെസ്റ്റ്. പിന്നീട് പറഞ്ഞു 3 ലങ്സിക്കൂട്, അതായത് ലാറ്റിൻ, ഗ്രീക്ക്, സിറിയക്, 3 ഭാഷ, 3 ആരാധനാ ദൈവശാസ്ത്ര മേഖലകൾ. എന്നാൽ ഓരോ സഭയും അതിൻ്റേതായ ദൈവശാസ്ത്രം അനുസരിച്ച് ടെക്സ്റ്റ് ഇറക്കണമെന്ന് റോമിൽ നിന്ന് തന്നെ നിർദ്ദേശമുണ്ടായി. അപ്പോൾ ആ നിർദ്ദേശം വന്നപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം സഭ എന്നെ ഏൽപ്പിച്ചു. ഞാനന്ന് ട്രിവാൻഡ്രത്ത് മേജർ സെമിനാരിലെ പ്രൊഫസറായിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ എന്നെ സഭ അത് ഏൽപ്പിച്ചു. അതിനുശേഷമാണ് ഈ ടെക്സ്റ്റിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ മലങ്കര സഭയുടെ ഒരു ടെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ ആരാധനാ രീതികൾ, അതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെ പ്രായോഗികതകൾ, മലങ്കര സഭയോട് അതിൻ്റെ സ്വത്വബോധം ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാകണം, കുഞ്ഞുങ്ങളെ മനസ്സിലുണ്ടാകണം. മലങ്കരക്കാർ യേശുവിനെ എങ്ങനെ കാണുന്നു അത് ടെക്സ്റ്റിലൂടെ പ്രതിഫലിക്കണം, അത് അനുഭവമാകണം. അങ്ങനെയാണ് ഓരോ വർഷം ഈ 2 ടെക്സ്റ്റ് വെച്ച് 2000 ആരംഭിച്ച് 2006 ഈ 12 പുസ്തകങ്ങൾ പൂർത്തിയാക്കാനായിട്ട്. പിതാവെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പിതാവ് ഒരുപക്ഷെ തിരുവല്ല രൂപതയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളിൽ പോലും പിതാവ് ഒരു സുവിശേഷ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു മിഷണറി ആസ്പെക്റ്റിൽ പിതാവിനുണ്ടായ ചില ചിന്തകളും ദൈവം തന്ന പ്രചോദനങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുമാണ്. അത് വൈദികനായിട്ടും പിന്നീട് ഇന്നും ആ ഒരു പ്രേഷിത വഴിയിൽ ചില കൃത്യമായ ദിശാബോധത്തോടെ ചില ഇനിഷ്യേറ്റീവ്സ് പിതാവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ പിതാവ്? സത്യത്തിൽ ഞാൻ തിരുവല്ല അതിരൂപതയുടെ വികാരി ജനറലായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഇവിടെ സൂനോദോസ് നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് സൂനോദോസിൽ ഒരു ചർച്ച വന്നു, സുവിശേഷ സംഘം മലങ്കര സഭയിൽ ആരംഭിക്കണം. അതിനൊരു ഒരു സഭാ അസംബ്ലി 2011 നടന്നു. അസംബ്ലിയുടെ ഭാഗമായിട്ട് ഒരു സുവിശേഷ സംഘം മലങ്കര സഭയിൽ തുടങ്ങണം, സുവിശേഷത്തോട് മലങ്കര സഭ ഒരു പടി കൂടി ചേർന്ന് നിൽക്കണം, സൂനോദോസിൻ്റെ ആഗ്രഹമായി. അപ്പോൾ അതിനാരെയാണ് വെക്കേണ്ടിയെന്ന് സൂനോദോസ് തീരുമാനിച്ചപ്പോൾ സൂനോദോസ് പെട്ടെന്ന് എൻ്റെ പേര് ചിന്തിച്ചു, എന്നോട് അങ്ങ് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ സഭ ആഗ്രഹിക്കും, ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ ഞാൻ 2011 ഇവിടെ ട്രിവാൻഡ്രത്ത് വരികയാണ്. സത്യത്തിൽ സുവിശേഷ സംഘം എന്നുള്ള പേരില്ല, മറ്റൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതിനുശേഷം സുവിശേഷ സംഘത്തിൻ്റെ ചിന്തകൾ സഭയിലെ വിവിധ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും, അങ്ങനെ സുവിശേഷ സംഘം എന്നത് മലങ്കര സഭയുടെ ആധ്യാത്മികത ആഴത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കണം. പിന്നെ അവർക്ക് 25 ലൈഫ് സ്റ്റൈലൊക്കെ രൂപീകരിച്ചു. അത് മലങ്കര സഭയുടെ ആത്മീയതയോട് ചേർന്ന് നിൽക്കുന്ന യാമപ്രാർത്ഥന, കൂദാശകൾ, വേദപുസ്തക വായന, നോമ്പ് പറഞ്ഞ ഉപവാസം, വിശുദ്ധ ജീവിതം, ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് 25 ലൈഫ് സ്റ്റൈലൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പതുക്കെ അങ്ങനെ ജീവിച്ച്. അപ്പോൾ സുവിശേഷം നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ല, ഞാൻ എന്നോട് തന്നെയാണ് സുവിശേഷം പറയേണ്ടത്, ഞാനാണ് നന്നാകേണ്ടതെന്ന്. ഞാൻ നന്നാകുമ്പോൾ എന്നിലൂടെ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഘോഷിക്കും. അതാണ് അതിൻ്റെ അടിസ്ഥാന ചിന്തയായിട്ട് ഞങ്ങൾ വളർന്ന് പതുക്കെ പതുക്കെ സുവിശേഷ സംഘം രൂപപ്പെട്ടു. 28 പേര് ഞങ്ങൾ ആദ്യ ബാച്ചിൽ കൈവപ്പ് സ്വീകരിച്ചു. അതിൻ്റെ അകത്തൊരു മെത്രാനുണ്ടായിരുന്നു, അച്ഛനായിട്ട് ഞാൻ, അങ്ങനെ ഒരു മെത്രാനും 4 വൈദ്യനും 4 സിസ്റ്റേഴ്സും ബാക്കി 19 അൽമാരും. ഓരോ വർഷവും ഇതിൻ്റെ ഓരോ ബാച്ച് തുടങ്ങി. ഇപ്പോഴേണ്ട 1500 പേര് പരിശീലനം നേടി കൈവപ്പ് ലഭിച്ചവരുണ്ട്. സത്യത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു കാര്യമാണ് ഈ സുവിശേഷ സംഘം. പക്ഷേ സുവിശേഷ സംഘത്തിൽ വന്നതോടുകൂടി എൻ്റെ ആധ്യാത്മിക മനോഭാവങ്ങൾ വലിയ മാറ്റം വന്നു. യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തിബന്ധമാണ് ആത്മീയതയെന്നും അതൊരു വൈകാരിക ബന്ധമാണെന്നും അതൊരു മണവാട്ടി ബന്ധമാണെന്നും അത് ഒരു വൈകാരികത അതിനകത്തുണ്ടെന്നും അത് ക്രമേണ അനുഭവിക്കാനും അത് ജനത്തിന് പങ്കുവയ്ക്കാനും അത് പറയുമ്പോൾ ആളുകളെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 13 വർഷം ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ചപ്പോൾ ഈ യേശുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഊഷ്മളത എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു, ആളുകൾക്കും അനുഭവിക്കാൻ സാധിച്ചു. പിതാവേ, ഈശോയുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു വ്യക്തിബന്ധം കുറേ കൂടെ തിരിച്ചറിയുന്നത് ഈ സുവിശേഷ സംഘത്തിൻ്റെ ഭാഗമായതിന് ശേഷമാണ് എന്നതും. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കുന്നത്, ഞാനും ഒരു അൽമായ ശുശ്രൂഷ മേഖലയായി ജീസസ് യൂത്തിൻ്റെ ഭാഗമായി കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ സുവിശേഷ രംഗത്ത്, കാരണം പിതാവ് ഇന്നും പിതാവായതിനു ശേഷവും ആ സുവിശേഷ സംഘവുമായിട്ടുള്ള കാര്യങ്ങൾ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. അതിനെക്കുറിച്ചും പിതാവിന് പറയാം. അതോടൊപ്പം അൽമായരുടെ ഒരു സുവിശേഷ സാധ്യതകളെക്കുറിച്ച് പിതാവിന് എന്താണ് തോന്നുന്നത്? സത്യത്തിൽ ഈ സുവിശേഷ സംഘത്തിലൂടെ അതിനകത്ത് എല്ലാവരും അംഗങ്ങളാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും മെത്രാന്മാരും പരിശീലനത്തിന് കൈവപ്പെട്ടിയവരുണ്ട്. ആ മെത്രാനിൽ ഒരാളാണ് ബർണബാസ് പിതാവ്, ഡൽഹിയുടെ മെത്രാനായ അദ്ദേഹം കോവിഡ് വന്ന് മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു ചെയർമാൻ സുവിശേഷ സംഘത്തിൽ.
അപ്പോൾ ഈ അൽമായർക്ക് ഈ പരിശീലനം കൊടുത്ത് അവരെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചപ്പോൾ ഭവനങ്ങൾ തോറും സന്ദർശിച്ച് ഈ സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ഭവന സന്ദർശന ശുശ്രൂഷ ഞാൻ നേതൃത്വം കൊടുത്തു. ഏതാണ്ട് 75,000 കുടുംബങ്ങൾ ഞങ്ങൾ കയറി. ഞാൻ തന്നെ 16,000 വീടുകളിൽ പോയിട്ടുണ്ട്. പലപ്പോഴും അൽമായർ, അതിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള അൽമായരുണ്ട്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന IPS ഓഫീസറും ഉൾപ്പെടെ IT മേഖലയുടെ ഉന്നതത്തിൽ നിൽക്കുന്ന ആളുകൾ മുതൽ ഏറ്റവും സാധാരണക്കാർ വരെയുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ ദുഃഖങ്ങളും വേദനകളും കേൾക്കുമ്പോൾ എൻ്റേത് പ്രശ്നമേ അല്ല എന്നും, ഒരു 7-8 വീട് ഒരു ദിവസം സന്ദർശിച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒരു അഗ്നി നമ്മളിങ്ങനെ ജ്വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ ഈ സന്ദർശകരുടെ ആത്മീയത ഏറെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഭവന സന്ദർശനം ഇവർക്ക് വലിയൊരു ആത്മീയ ആനന്ദമായി. അവരവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, യാമപ്രാർത്ഥന എല്ലാം തുടങ്ങി, നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി, വേദവസ്തം വായിക്കാൻ തുടങ്ങി, ഒരു വിശുദ്ധിയോ നയിക്കാൻ തുടങ്ങി. അതിലൂടെ കിട്ടിയൊരു ആത്മീയ സന്തോഷമാണ് അവരെല്ലായിടത്തും പോയി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് അവരുടെ കുടുംബത്തിനുണ്ടായ സന്തോഷം, അതുവഴി അവരുടെ ജീവിതത്തിൽ മൊത്തം ഉണ്ടായ വ്യത്യാസം. തീർച്ചയായിട്ടും അതുകൊണ്ട് അൽമായർക്ക് യഥാർത്ഥ ഒരു ആത്മീയത തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അത് പങ്കുവയ്ക്കാനുള്ള വലിയ മോട്ടിവേഷൻ ഉണ്ടാകും. ധാരാളം ആളുകൾ മിഷന് പോകുന്നുണ്ട്, സുവിശേഷ സംഘക്കാർ. ഒത്തിരി പേര് നമ്മുടെ വിവിധ മിഷൻ മേഖലയിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ വിവിധ കാര്യങ്ങൾക്ക് അവരെ വിളിച്ചാൽ അവർ ഫ്രീ ആയിട്ട് വന്നു. ഇതിൻ്റെ അകത്ത് ഒരു പൈസയും റെമ്യൂണറേഷൻ ഇല്ല. അതുപോലെ തന്നെ ബൈബിളിനോടുള്ള വലിയൊരു ആഭിമുഖ്യം, ലക്ഷദ്വീപിന പരിശീലനം, ബൈബിൾ എങ്ങനെ വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ജീവിക്കണം, സാക്ഷ്യപ്പെടുത്തണം, അതൊക്കെ നമ്മൾ ഇവർക്ക് പരിശീലനം കൊടുക്കും. അതിൽ ഒത്തിരി അൽമായർക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസംഗ പരിശീലനം നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കണം, എങ്ങനെ ഒരു ടെക്സ്റ്റിനോട് വിശ്വസ്ത പുലർത്തി, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് ഒത്തിരി അൽമായർ ആത്മീയമായി വളരെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അതിന് അച്ഛൻ്റെ പണി അൽമാന് ചെയ്യാൻ പറ്റത്തില്ല, കുർബാന എല്ലാനോ മറ്റോ കൂതാശ ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ അൽമാർക്ക് ചെയ്യാവുന്ന ഒത്തിരിയും മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവർക്ക് ആഴമായിട്ട് ആത്മീയത ലഭിക്കാനും അവരെ അതിലേക്ക് ചാലഞ്ച് ചെയ്യാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സുവിശേഷ സംഘം എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇതുവരെ. പക്ഷേ യുവജനങ്ങളെ കുറച്ചുകൂടെ സഭയോട് ചേർത്ത് നിർത്തേണ്ടവർ അല്ലെങ്കിൽ സഭയുടെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് യുവജനങ്ങളോട് എന്താ പിതാവിന് പറയാനുള്ളത്? യുവജനങ്ങൾക്കിടയിൽ വിശ്വാസ സംബന്ധമായ ഒത്തിരി ക്രൈസിസ് ഉണ്ട്. കാരണം ഹൈ സെൻസ് ഓഫ് മെറ്റീരിയലിസം, ഭൗതികതയുടെയും ബൗദ്ധികതയുടെയും ഒക്കെ വലിയ ആഴപ്പെട്ട ചിന്തകൾ അവരുടെ ശക്തമാണ്. അതുകൊണ്ട് ശാസ്ത്രവും സമ്പത്തും ഉണ്ടെങ്കിൽ എല്ലാമായി. ഈ ശാസ്ത്രവും സമ്പത്തും റിലിജിയനെതിരാണ്, സഭയ്ക്കെതിരാണ്, സഭ അതിനെതിരെ നിൽക്കുകയാണ് എന്നൊക്കെയുള്ളൊരു ചിന്താധാരയുമാണ്. സത്യത്തിൽ ഇത് തികച്ചും തെറ്റായൊരു ചിന്തയാണ്. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. ശാസ്ത്രവും സമ്പത്തും കൊണ്ട് മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായിട്ട് സന്തോഷം ലഭിക്കത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല. ആത്മീയനോടാണ് ദൈവാത്മാവിനുള്ള വസിക്കുന്നത്. ദൈവത്തിൻ്റെ അംശം നമ്മളിലുണ്ട്, ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ മനുഷ്യന് എക്സിസ്റ്റൻസ് ഇല്ലെന്നും ആ ഒരു ബോധ്യം കൃത്യമായിട്ട് യുവജനങ്ങളുടെ ഇടയിലേക്ക് ശക്തമായിട്ട് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ യേശു അനുഭവം കുട്ടികളുടെ ഇടയിലേക്കും യുവജനങ്ങളുടെ ഇടയിലേക്കും അത് അനുഭവമായിട്ട് അവർക്ക് മാറിയെങ്കിൽ മാത്രമേ റിലിജ്യൻ അവർക്ക് അനുഭവമായി തീരത്തുള്ളൂ. ഇന്ന് നമ്മൾ ഈ സമയത്ത് നമ്മുടെ പ്രേക്ഷകരായ ആളുകളോട് എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പിതാവിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും സഹനമൊന്നും ഈ നൂറ്റാണ്ടിൻ്റെ ഭാഗമല്ല. നമ്മുടെയൊക്കെ കൊച്ചിനെ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം സഹനങ്ങളായിരുന്നു. ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത കുടുംബങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആരുടെയും കൈ കാശില്ല. അതൊന്നൊക്കെ എത്രയോ വ്യത്യാസം നമ്മൾ വളർന്നിരിക്കുന്നു. ഇന്ന് പട്ടിണി എന്ന് പറയുന്നത് നമുക്ക് അത്രയങ്ങ് പ്രകടമായിട്ട് കാണാൻ നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമുണ്ട്. അതുകൊണ്ട് ഓരോ വർഷം കഴിയും തോറും മനുഷ്യൻ ബൗദ്ധികമായും വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ എക്സിസ്റ്റൻസ് ദൈവവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ നമ്മൾ ബന്ധപ്പെട്ട് ആ രീതിയിൽ ആത്മീയത ഒരു കച്ചവടമാക്കി 5 വെച്ചാൽ 10 കിട്ടും, ഇത്ര ചെയ്താൽ ഇത്ര കിട്ടും എന്നൊക്കെയുള്ളൊരു ആധ്യാത്മികത ഏറ്റവും വികലമായൊരു ആധ്യാത്മികതയാണ്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ വ്യത്യാസമാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ മണവാട്ടിയാണ്, മണവാട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ മണവാളം തരും. ആ ബന്ധത്തിലാണ്. അപ്പോൾ ജീവിതത്തിൽ സഹനങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ ബന്ധം നമ്മളെ ബലപ്പെടുത്തും. എന്ത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നു ഉപരിയായിട്ട് ഒരു ബന്ധത്തിൽ വളരാൻ സാധിക്കുമ്പോൾ ബന്ധം ഒരിക്കലും അവസാനിക്കത്തില്ല. അത് മരണത്തിൽ പോലും അവസാനിക്കത്തില്ല. ഇറ്റ് കണ്ടിന്യൂസ്. അത് മരണത്തിന് ശേഷവും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള ബന്ധമാണ്. അതിവിടെ ആരംഭിച്ച് കഴിയുമ്പോൾ അത് സ്വർഗത്തിൽ പൂർണ്ണമാകും. ആ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക്
യേശുമായിട്ടുള്ള ബന്ധം നിത്യമായ ബന്ധമായി തീരും. പിതാവിൻ്റെ ഈ വ്യക്തി ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. നമ്മളായിരിക്കുന്ന വ്യക്തിപരമായ സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളെയും വിശ്വാസ രീതികളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെക്കുറിച്ച് കരുതലുള്ള ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. പിതാവേ, നന്ദി. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.